വീണ്ടും വാർത്തകളിലേക്ക്. ആർക്കും എന്തും പറയുവാനുള്ള മാധ്യമമല്ല സോഷ്യൽ മീഡിയ എന്ന് അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ MLA. കൊടുങ്ങല്ലൂർ പ്രതിഭാവേദിയും പത്രപ്രവർത്തക കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിച്ച സോഷ്യൽ മീഡിയ ദുരുപയോഗം എന്ന വിഷയത്തിലുള്ള ചർച്ച ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു 10-15 കൊല്ലം മുമ്പ്, 15 കൊല്ലം ഒന്നും വേണ്ട, ഒരു 10 കൊല്ലം മുമ്പ് വരെ നമ്മുടെ മുമ്പിൽ ഇതൊരു പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ സൈബർ നിയമങ്ങൾ വരുന്നു, സൈബർ പോലീസ്, ഇതൊന്നും നമ്മുടെ നിഘണ്ടുവിലില്ലാത്ത കാര്യങ്ങളാണ്. സൈബർ നിയമം, സൈബർ പോലീസ്, സൈബർ കേസുകൾ തുടങ്ങി ഇതൊരു വലിയ ശാഖയായി തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഞാനിപ്പോൾ ഈ മൊബൈൽ ഫോൺ എൻ്റെ കൈവശിരിക്കുന്നത്, എൻ്റെ കയ്യിൽ മാത്രമല്ല, മിക്കവാറും ആളുകൾ ഒരു മൊബൈലല്ല 2-3 മൊബൈൽ ഫോണുകൾ ആളുകൾ കൈവശം വയ്ക്കുന്നുണ്ട്. ഈ മൊബൈൽ ഫോണുകൾ ഇത്രയധികം കൈവശം വയ്ക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊരു 10-15 കൊല്ലം മുമ്പ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഒരു ഫോൺ വിളിക്കുക എന്ന് പറയുമ്പോൾ ഈ വയറിലൂടെ കണക്ട് ചെയ്യാത്തൊരു ഫോണല്ലാതെ ഒരു വയർലെസ് ഫോൺ പണ്ട് ഇവിടെ വന്നപ്പോൾ, വീടിനകത്തുള്ള വയർലെസ് ഫോൺ വന്നപ്പോൾ അത്ഭുതമായിരുന്നു. പത്രവാർത്ത വന്നു, കാറിലൂടെയൊക്കെ പോകുമ്പോൾ സഞ്ചരിക്കാവുന്ന ഫോണുകളൊക്കെ ഉണ്ട് എന്ന് കേട്ടപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ നിമിഷങ്ങൾ കൊണ്ടാണ് ഓരോ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായത്. അതിൻ്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായെന്ന് മാത്രമല്ല, അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ടായിട്ടുണ്ട്. ഏതൊരു ടെക്നോളജിക്കും അതിൻ്റെ വലിയ ഗുണപരമായൊരു വശവും പ്രതിലോമകരമായൊരു വശവുമുണ്ട്. പോലീസ് മൈതാനിയിൽ നടന്ന ചർച്ചയിൽ കാർഷിക സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM നാസർ അധ്യക്ഷനായി. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EV രമേശൻ, ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, KP ഉണ്ണികൃഷ്ണൻ, CS തിലകൻ, ബേബി റാം, ടിൻഡു മാനുവൽ, P രാമൻകുട്ടി, KP സുനിൽകുമാർ, ജോസ് കുരിശിങ്കൽ എന്നിവരും സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ ശില്പശാല മേത്തല VP തുരുത്തിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് AB മുഹമ്മദ് സഗീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ K പ്രദീപ് കുമാർ, മേഖലാ പ്രസിഡന്റ് K ജയ എന്നിവരും സംസാരിച്ചു. അത് മുഴുവൻ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ചർച്ചയില്ല, അദ്ദേഹത്തിന്റെ പിഴവായിട്ട് നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാതിരുന്ന കാര്യങ്ങൾ, അതിനെ വിപരീതമായി ചെയ്ത കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എഴുതിയിരുന്നു. അപ്പോ ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ വന്നു എങ്കിലും നമ്മൾ പല പരിസ്ഥിതിവാദികളും പറയുന്നത് പോലെയല്ല, പശ്ചിമഘട്ട പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ ആശങ്കകളും പ്രശ്നങ്ങളും യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ജൂൺ 5-ന്, അത് മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല, പലതരത്തിലും ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെയും വലപ്പാട് അത്താണി DYFI റെഡ് ഐസിന്റെയും തൃശൂർ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി. വലപ്പാട് ബീച്ച് ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രയത്ന ഫലമായിട്ടാണ് ഇതുപോലൊരു ക്യാമ്പ് നമുക്കിന്നിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത്. ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ അവരോട് സംയോജിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് ഇതുപോലൊരു ക്യാമ്പ് മഴക്കാലം ആരംഭിച്ചാൽ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ആയുർവേദ ക്യാമ്പ് നമ്മൾ നടത്തുന്നുണ്ടായി. മഴ വളരെ കുറവാണെങ്കിലും മഴക്കാല രോഗങ്ങൾക്ക് വളരെയധികം ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുപോലൊരു ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. EK തോമസ് മാസ്റ്റർ അധ്യക്ഷനായി. CK കുട്ടൻ മാസ്റ്റർ, ശശികല ശ്രീവത്സൻ, VR ബാബു, നിതിൻ മനോജ്, ബെൻ പോൾ, ജോയ് ആലപ്പാട്ട്, വിപിൻ ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ഗോജുഖാൻ കരാത്തെ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാറിൽ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റ് നടത്തി. ഫാഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ക്ലാസ്സിൽ 25ഓളം പേർ ബ്ലാക്ക് ബെൽറ്റ് നേടി. കേരള, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ബ്ലാക്ക് ബെൽറ്റുകൾ നേടിയത്. കുട്ടിയെ കൊണ്ടുവന്നു, ക്ലാസ് കണ്ടിട്ടു. ഇന്ന് അതേപോലെ മോനെ കൊണ്ടുവന്നു,
മോനും മത്സരം ഒരേ ദിവസം ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് വരുന്നതാണ് ദിനേശ് ഉദയ്. കേരളത്തിൽ നിന്നും ഏഷ്യൻ ജഡ്ജിയായി തിരഞ്ഞെടുക്കപ്പെട്ട സെൻസായ് ജയ്കുമാർ, വിജയ് കുമാർ എന്നിവരെ മുഖ്യ അതിഥിയായിരുന്ന ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ASP ആദരിച്ചു. What does police do with karate? Karate police അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ എനിക്ക് എന്താ തോന്നുന്നത്, ഇതെങ്ങനെ ആലോചിക്കാം. ഞാൻ ഈ ഫംഗ്ഷന് വരുമ്പോഴത്തേക്കും ഈ കരാട്ടെ, ബ്ലാക്ക് ബെൽറ്റ്, നമ്മൾ കരാട്ടെ എന്ന് പറയുമ്പോൾ ആസ് എ കോമൺ മാൻ കേട്ടോ, ഈ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു ഈ ഹോൾ ക്രൗഡിൽ കരാട്ടെ കുറിച്ച് ഏറ്റവും കുറച്ച് കാര്യം അറിയാവുന്ന അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞൂടാത്ത ആള് ഞാൻ മാത്രമായിരിക്കും. ബാക്കി ഇപ്പോൾ പാരൻസിനായാലും ഈ ഇരിക്കുന്ന സ്റ്റുഡൻസിനായാലും ദേ ഓൾ നോ വെരി വെൽ വാട്ട് ഈസ് ദിസ് ഹോൾ സിസ്റ്റം ഓഫ് കരാട്ടെ ആൻഡ് ദ ഹോൾ ലിംഗ്വിസ്റ്റിക് അല്ലെ കരാട്ടയ്ക്ക് ഒരു പ്രത്യേക ഡിക്ഷണറി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഹിയർ ഐ ഹാപ്പൻ ടു ലേൺ 2-3 വേർഡ്സ്, സെൻസൈ, ഷിയാൻ, സോ ആൻഡ് സോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, യു നോ ഓൾ ദീസ് തിങ്സ്. സോ ദാറ്റ് വേ ഈ കാര്യത്തിൽ ഐ എം എ ഇല്ലിറ്ററേറ്റ്. എന്നാലും കുറച്ചൊരു ബ്രീഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കരാട്ടെ കുറിച്ച് എനിക്ക് കരാട്ടെ എന്നല്ല, ഫോർ ദാറ്റ് മാറ്റർ എനി മാർഷൽ ആർട്ട്. ഇപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മാർഷൽ ആർട്ട് ഞങ്ങൾക്ക് എക്സാം ഉണ്ട്, ഞങ്ങൾ എക്സാം പാസ്സാവണം, ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. യോഗത്തിൽ മധു വിശ്വനാഥ് അധ്യക്ഷത വഹിച്ചു. മൃദുല മധു, വി ശശീന്ദ്രൻ, VS സുനിൽ, KB ദിവാകരൻ, രാജീവ് കാരയിൽ എന്നിവരും സംസാരിച്ചു. അന്തിക്കാട് ജനമൈത്രി പോലീസും മാധ്യമപ്രവർത്തകരും ചേർന്ന് സംഘടിപ്പിച്ച സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ അന്തിക്കാട് പ്രസ് ക്ലബ്ബ് ബ്രസീൽ ടീം ജേതാക്കളായി. വാശിയേറിയ കലാശ പോരാട്ടത്തിൽ തൃശൂർ റൂറൽ SP വിജയകുമാർ നയിച്ച ജനമൈത്രി പോലീസിന്റെ ഹോളണ്ട് ടീമിനെ 2-3 ഗോളുകൾക്കാണ് മാധ്യമപ്രവർത്തകരുടെ ബ്രസീൽ ടീം തോൽപ്പിച്ചത്. അവർ തമ്മിലൊരു കളി അടിയേ ഓഫ് ഉജ്ജ്വലമായ പോലീസിന്റെ മുന്നേറ്റം. ഇതാ ഡിഫൻസ്, പ്രസ് ക്ലബിന്റെ ഡിഫൻസ് അത് ചെറുത്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ SP വിജയകുമാറാണ് ഹോളണ്ട് ടീമിന്റെ ഗോൾ വലയം കാത്തത്. അന്തിക്കാട് SI മൻസൂർ പോലീസ് ടീമിന് വേണ്ടി ജേഴ്സി അണിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഗീതാ ഗോപി MLA അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട DYSP PA വർഗീസ് മുഖ്യ അതിഥിയായിരുന്നു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ സംസാരിച്ചു. സമാപന സമ്മേളനം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ ട്രോഫി നൽകി. റൂറൽ SP വിജയകുമാർ, AJ ജയ്മോൻ, സജിത് പണ്ടാരിക്കൽ എന്നിവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ച നടത്തുന്ന 2 പേരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ധീവരസഭ കയ്പമംഗലം സൗത്ത് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുസ്തക വിതരണവും നടത്തി. ഹിന്ദി പ്രചാരണത്തിന് ശ്രദ്ധേയമായ സേവനമനുഷ്ഠിച്ച VH ശ്രീതയെ ഹിന്ദി സാക്ഷരതാ സമിതി അനുസ്മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.